ഹായ്. മൂന്നും മൂന്ന് ദിക്കിലിരുന്നുകൊണ്ട് ഈ പോകുന്ന പോക്ക് പന്തളത്ത് ഒരിപ്പുറത്തെന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ പൂരം കാണാനുള്ള ഒരു യാത്രയാണ്. നമ്മൾ രാത്രിയാണ് അവിടെ ചെന്നത്. നമ്മുടെ ചാരുവിൻ്റെ വീട്ടിൽ നിന്ന് നമ്മുടെ ബ്രദേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. രാത്രി ചെന്നു, നമ്മൾ ഫുഡ് കഴിച്ചു, ചായ കുടിച്ചു, സൊറയൊക്കെ പറഞ്ഞിരുന്ന് പതുക്കെ നമ്മൾ യുനോ ഒക്കെ കളിച്ച് ആ ഒരു രാത്രി സമയം നമ്മളങ്ങ് ആനന്ദകരമാക്കി. പിറ്റേന്ന് നമ്മുടെ വരവിൻ്റെ ഉദ്ദേശത്തിലോട്ട് അങ്ങ് കടന്നു നമ്മൾ ക്ഷേത്രത്തിലോട്ട് പോവാണ്. ആ പോകുന്ന വഴിക്ക് പാടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് ചില്ല് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടുന്ന് പതുക്കെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പറഞ്ഞത് അവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്. അതായത് ഒരു കാടിൻ്റെ നടുക്ക് ഒരു അമ്പലം. അവിടെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ അവിടെ പൂജാരിയില്ല, എപ്പോൾ വേണേലും ചെന്ന് പ്രാർത്ഥിക്കാം, അങ്ങനെയുള്ളൊരു ക്ഷേത്രം. അപ്പം ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ, നമുക്ക് അവിടെ ഒന്ന് കാണണമെന്ന് ഒക്കെ. നമ്മൾ അവിടെ ഒന്ന് ചെന്നു. പറഞ്ഞ നേരമാണ്, ഒരു കാടാണ്, പക്ക ഒരു കാട്. അപ്പം ഈ സ്റ്റെപ്പൊക്കെ കയറി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ പ്രതീക്ഷിക്കുക ഒരു അമ്പലം ആ ഒരു രീതിയിലാണ്. പക്ഷേ ഒരു കല്ല് മീൻസ് ശിവൻ്റെ ആ ഒരു പ്രതിഷ്ഠ, അത് മാത്രമേ ഉള്ളൂ. ഒരു പൂജാരിയോ അങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ല. പക്ഷെ നല്ലൊരു കാമാൻ കൂളായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ഒരിപ്പുറത്തെ ഭഗവതി ക്ഷേത്രം. കാളിയാണ് ഇവിടുത്തെ ആരാധനാമൂർത്തി എന്ന് പറയുന്നത്. കാളി ദേവിയുടെ മാതൃഭാവമാണ്. അപ്പം ഇവിടെയാണെങ്കിൽ 1200 വർഷം പഴക്കമുള്ളൊരു ക്ഷേത്രമാണിതിന്. ഇതിന് ചുറ്റുമതിലില്ല എന്നുള്ളതാണ് നമുക്ക് വളരെ ആകർഷകമായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്. ആകർഷകം എന്ന് പറഞ്ഞാൽ ഇവിടെ ആകർഷണമായിട്ട് തോന്നുന്ന പല കാര്യങ്ങളും ഉണ്ട്. ഇവിടെ വയലിന്, കഥകളി, നൃത്തം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു അമ്പലം. അങ്ങനെയാണ് എനിക്കിവിടെ തോന്നിയത്. അതായത് ഇവിടെ നല്ല കഥകളൊക്കെയുള്ളൊരു ഒരു ക്ഷേത്രമാണ്. അതായത് ഏഴംകുളത്തമ്മ, അതായത് ഈ അമ്മയുടെ ജ്യേഷ്ഠത്തെയാണ്. നമ്മുടെ പൂരം നടക്കുന്ന സമയത്ത് ഈ ഏഴംകുളത്തെ ഭഗവതി ഇങ്ങോട്ട് വരും. അപ്പം നമ്മൾ ആലിൻ്റെ അവിടെ ഇരിക്കും, എന്നിട്ട് ഈ പൂരം കാണും, പോകും. അങ്ങനെയൊക്കെയാണ്. നല്ല രസമാണ് കഥയൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിവിടെ ചെന്നപ്പോൾ കാണാൻ പറ്റിയത് തേര്, കുതിര, കാള, ഇതിനെയൊക്കെ ആ അമ്പലത്തിൻ്റെ പ്രദക്ഷിണം വെപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റിയ ഒരു കാഴ്ചയെന്ന് പറയുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ചെണ്ടകൊട്ട് മേള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ തലേദിവസമായിരുന്നു. അതൊന്നും എനിക്ക് മിസ് ചെയ്തില്ല. കാരണം ഇതൊക്കെ അങ്ങോട്ട് കാണുമ്പോഴത്തേക്കും തന്നെ നല്ലൊരു രസമാണ് അതൊക്കെ കണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ആൾക്കാർ ഒരു വികാരമാണ് ഈ പൂരം എന്നാണ് പറയുന്നത്. അത് എല്ലാ നാട്ടുകളിലൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. നല്ല അവരവരുടെ ക്ഷേത്രങ്ങളിലെ പൂരം എന്ന് പറയുന്നത് എല്ലാവർക്കും വികാരം തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ പുറത്ത് ജോലി ചെയ്യുന്നവർ അതിന് വേണ്ടിയിട്ട് തന്നെ വരും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര ഹൈപ്പൊക്കെ ഇട്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ കേട്ടു കേട്ടോ. അവിടുന്ന് പിന്നെ ആ പൂരപ്പറമ്പിലൊക്കെ ഇങ്ങനെ ചുറ്റി നടന്ന് അരിക്കൊമ്പനെയൊക്കെ മേടിച്ച് ശാലുമ്പി അങ്ങ് ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ പൂരമൊക്കെ കണ്ട് കഥകളൊക്കെ കേട്ട് നല്ല ഹാപ്പി ആയിട്ട് നമ്മുടെ ആ ഒരു 1 ഡേ കഴിഞ്ഞു. ബാക്ക് ടു വർക്ക്.